വിദ്യാർത്ഥികളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിൻ്റെ ഫിസിക്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഇക്വേഷൻസും ഓരോ ചാപ്റ്ററിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഇക്വേഷൻസും ഇമ്പോർട്ടൻ്റായി പഠിക്കേണ്ട ടോപ്പിക്സിനെ കുറിച്ചുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ മോഡൽ എക്സാമിനും ഫൈനൽ എക്സാമിനും നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. ഇത് മാത്രം പഠിച്ചാൽ മതി, നിങ്ങൾക്ക് അത്യാവശ്യം നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ ശ്രദ്ധാപൂർവം കാണുക. ആദ്യമായി ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസ് ആണ്. ഏതൊക്കെ ഇക്വേഷൻസ് ആണ് കാണാതെ പഠിക്കേണ്ടത് എന്നുള്ളതാണ്. ഫസ്റ്റ് ഹീറ്റിൻ്റെ നമ്മൾക്ക് ജൂൾസ് ലോ അനുസരിച്ചുള്ളതുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഓരോ ഇക്വേഷൻസും കാണാതെ പഠിക്കുക. ഏതൊക്കെ ഇക്വേഷൻസ് ആണ് ഹീറ്റിൻ്റെ നമ്മൾ നോക്കേണ്ടത്? H=I²RT, H=VIT, H=V²T/R, H=P×T. ഇത്രയും ഇക്വേഷൻസ് ആണ് ഹീറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കാണാതെ പഠിക്കേണ്ടത്. നെക്സ്റ്റ് പവർ, അതായത് ഹീറ്റ് കറണ്ടും റെസിസ്റ്റൻറ്റും ടൈമും തന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ പവറും ടൈമും തന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കേണ്ടത്. ഇനി പവറിൻ്റെ നമ്മൾ ഇക്വേഷൻസ് ഇക്വേഷൻസ് പഠിക്കേണ്ടത് P=I²R, P=V×I, P=V²/R, P=H/T. ഇത്രയും ഇക്വേഷൻസ് ആണ് തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഏതാണെന്ന് നോക്കി, കറണ്ട് റെസിസ്റ്റൻറ്റും തന്നിട്ടുണ്ടെങ്കിൽ പവർ കണ്ടുപിടിക്കാനാണ്, വോൾട്ടേജും കറണ്ടും തന്നിട്ടുള്ളതാണെങ്കിൽ അങ്ങനെ പവർ കണ്ടുപിടിക്കാൻ, ഹീറ്റും ടൈമും തന്നിട്ടുള്ളതാണെങ്കിൽ അങ്ങനെ കണ്ടുപിടിക്കാൻ, പിന്നെ റെസിസ്റ്റൻസ് തന്നിരിക്കുന്നതെങ്കിൽ അങ്ങനെ കണ്ടുപിടിക്കാൻ. ഇത്രയും ഇക്വേഷൻസ് ആണുള്ളത്. പിന്നെ എനർജി ഇൻ kWh നമ്മൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പവർ ഇൻ വാട്ട് ഇൻറ്റു ടൈം ഇൻ അവർ ഡിവൈഡഡ് ബൈ 1000. എനർജി ഇൻ kWh നമ്മൾ കണ്ടുപിടിക്കാനുള്ളതാണ് ഇത് പവർ ഇൻ വാട്ട് ഇൻറ്റു ടൈം ഇൻ അവർ ഡിവൈഡഡ് ബൈ 1000. നെക്സ്റ്റ് എഫക്റ്റീവ് റെസിസ്റ്റൻസ്. സീരീസ് കണക്ഷൻ ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ സീരീസ് കണക്ഷനിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് R=R1+R2. എഫക്റ്റീവ് റെസിസ്റ്റൻ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ R1+R2. എഫക്റ്റീവ് റെസിസ്റ്റൻ്റ് പാരലൽ ആണെങ്കിൽ, അതായത് പാരലൽ കണക്ഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് R=R1×R2 ഡിവൈഡഡ് ബൈ R1+R2. R1×R2 ഡിവൈഡഡ് ബൈ R1+R2. എഫക്റ്റീവ് റെസിസ്റ്റൻസ് പാരലൽ ആണെങ്കിൽ. ഇനി ഇഫ് റെസിസ്റ്റേഴ്സ് ഓഫ് ദ സെയിം വാല്യൂ ആർ കണക്റ്റഡ്, അതായത് R1ഉം R2ഉം സീരീസിൽ സെയിം രണ്ടും 2 ഓം വച്ചിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ 10 എണ്ണം 2 ഓം വച്ചിട്ടാണെങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ R=R×N എന്നാണ്. R=R×N. അതായത് എങ്ങനെയാണ്, ഇപ്പോൾ 2 ഓമിൻ്റെ 10 എണ്ണം, N എന്ന് പറയണതായിരിക്കണം 10 എണ്ണം. ഇങ്ങനത്തെ 10 റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് 10×2 എന്നുള്ള രീതിയിൽ കണ്ടുപിടിക്കാം അല്ലേ. അപ്പോൾ 20. അപ്പം മൊത്തം 20 ആയിരിക്കും എൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്, 20 ഓം. മനസ്സിലായോ? അങ്ങനെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. സീരീസ് ആണെങ്കിൽ, ഇനി ഇത് പാരലൽ ആണെങ്കിൽ, ഈ റെസിസ്റ്റേഴ്സ് ഓഫ് ദ സെയിം വാല്യൂ ആർ കണക്റ്റഡ് പാരലൽ, ഈ സെയിം വാല്യൂസ് പാരലലാണ് കണക്ട് ചെയ്തേക്കുന്നതെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് എന്ത്? R=R/N. ഏതാണ്? R=R/N. അതായത് മൊത്തം എത്രയുണ്ട്? ഒരു 5 ഓമിൻ്റെ വെച്ചിട്ട് 10 എണ്ണമാണ്. അങ്ങനെയെങ്കിൽ 5/10 എന്ന് പറഞ്ഞിട്ട് ചെയ്യണം. 5 ഓം വെച്ചിട്ടുള്ള 10 എണ്ണമാണെങ്കിൽ. മനസ്സിലായോ? ഇത് പാരലായി കണക്റ്റ് ആക്കിയാൽ R/N, സ്മോൾ ലെറ്റർ R ആണ് വേണ്ടത്. ഇനി നെക്സ്റ്റ് ട്രാൻസ്ഫോമറിൻ്റെ കണ്ടുപിടിക്കാൻ നമ്മൾ സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ VS/VP =NS/NP ഈ ഇക്വേഷൻ ഇട്ടിട്ടാണ് ചെയ്യേണ്ടത്. ഇതിലേതാണോ തരാത്തത് അത് മാത്രം അവിടെ ഇട്ട് ബാക്കിയെല്ലാം വെച്ചിട്ട് ചെയ്യണം. രണ്ടാമത്തത് എന്താണ്? VP×IP =VS×IS. ഈ ഇക്വേഷൻസ് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. പിന്നെ നെക്സ്റ്റ് വൺ നമ്പർ ഓഫ് ഇമേജസ് ആണ്. നമ്പർ ഓഫ് ഇമേജസ് കണ്ടുപിടിക്കാൻ നമ്മൾ മിററിൻ്റെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇമേജസ് കണ്ടുപിടിക്കാൻ 360 ഡിവൈഡഡ് ബൈ
നമ്പർ ഓഫ് ഇമേജസ് കണ്ടുപിടിക്കാൻ തീറ്റ മൈനസ് 360 ഡിവൈഡഡ് ബൈ തീറ്റ മൈനസ് 1 നമ്പർ ഓഫ് ഇമേജസ് കണ്ടുപിടിക്കാൻ. തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗിൾ ബിറ്റ്വീൻ ദ മിററാണ്. നമ്മൾ പഠിച്ച ഇക്വേഷൻസ് ആണ്. എത്ര ഇമേജസ് അവിടെ രൂപം കൊണ്ടു എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്തത് മിറർ ഇക്വേഷൻസ് നോക്കൂ. ഏതൊക്കെയാണ് മിറർ ഇക്വേഷൻസ്? 1/f = 1/u + 1/v. ഈ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ uv/u+v. v കണ്ടുപിടിക്കാൻ u × f ഡിവൈഡഡ് ബൈ u - f. u കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ v × f ഡിവൈഡഡ് ബൈ v - f. അപ്പോൾ ഇതാണ് മിറർ ഇക്വേഷൻസ് വന്നത്. ഇനി മാഗ്നിഫിക്കേഷൻ കാണാനുള്ള ഇക്വേഷൻ m = hi/ho, ഹൈറ്റ് ഓഫ് ദി ഇമേജ് ആൻഡ് ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് നെഗറ്റീവ് ആയിരിക്കും അല്ലേ. ഹൈറ്റ് ഓഫ് ദി ഇമേജ് എന്ന് പറഞ്ഞാൽ -v/u ആയിരിക്കും. അപ്പോൾ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് hi/ho അല്ലെങ്കിൽ എന്താണ് -v/u. ഇനി ലെൻസസിൽ നോക്ക്. ലെൻസ് ഇക്വേഷൻ 1/f = നേരെ തിരിച്ചു വരും. ഇത് 1/u + 1/v അല്ലേ. ഇവിടെ 1/v - 1/u. ഇക്വേഷൻ f ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ uv/u - v. v കണ്ടുപിടിക്കാൻ uf ഡിവൈഡഡ് ബൈ u + f. u കണ്ടുപിടിക്കാൻ fv. f എന്ന് പറഞ്ഞാൽ ഫോക്കൽ ലെങ്ത് ആണ് കേട്ടോ. v ഡിവൈഡഡ് ബൈ f - v. ഇനി ഇതിൻ്റെ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? m = hi/ho = v/u. hi/hoയോ അല്ലെങ്കിൽ v/u വെച്ചിട്ട് നമുക്ക് മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇനി നെക്സ്റ്റ്, പവർ ഓഫ് എ ലെൻസ് ഇസ് ദ റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത് എക്സ്പ്രസ്ഡ് ഇൻ മീറ്റേഴ്സ്. p = 1/f. ഇനി അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? sin r അല്ലെങ്കിൽ n = c/v. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് എന്ത്? sin r അല്ലെങ്കിൽ n = c/v. ഇനി ഐൻസ്റ്റീൻ്റെ ഇക്വേഷനാണ് എന്ത്? E = mc². അപ്പോൾ ഇത്രയും ഇക്വേഷൻസ് നിങ്ങൾ കാണാതെ പഠിക്കുക. ഇക്വേഷൻസിൽ ഇത്രയും ഇക്വേഷൻസാണ് നിങ്ങൾ മെയിനായിട്ട് കാണാതെ പഠിക്കേണ്ടത്. അപ്പോൾ ഇക്വേഷൻസ് ഇതൊക്കെയാണ്. ഹീറ്റിൻ്റെ ഉണ്ട്, പവറിൻ്റെ പറഞ്ഞു, എഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ സീരീസും പാരലലും പറഞ്ഞു. പിന്നെ സെയിം വാല്യൂസ് ആണെങ്കിൽ സീരീസിലും പാരലലും വരുന്നതെങ്കിൽ ഏത് ഇക്വേഷൻ ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. പിന്നെ ട്രാൻസ്ഫോമറിൽ ഏതാണ് നമുക്ക് തരാത്ത അത് വെച്ചിട്ട് 2 ഇക്വേഷൻസ് ഉണ്ട്, അത് 2 നോക്കിയിട്ട് ചെയ്യണം. പിന്നെ നമ്പർ ഓഫ് ഇമേജസ് കാണാനുള്ള ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മിറർ ഇക്വേഷൻസ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. മാഗ്നിഫിക്കേഷൻ മിററിൽ വന്നത് hi/ho = -v/u ആണ്. അതുപോലെ ലെൻസസിലുള്ള ലെൻസസ് ഇക്വേഷൻസ് എല്ലാം പറഞ്ഞു. അതിൻ്റെ മാഗ്നിഫിക്കേഷൻ m = hi/ho v/u കണ്ടുപിടിക്കാനുള്ളത് പറഞ്ഞു. ഇനി അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാനുള്ളത് sin r. പിന്നെ ഐൻസ്റ്റീൻ ഇക്വേഷൻ E = mc². ഇത്രയും ഇക്വേഷൻസാണ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട കാൽക്കുലേഷൻസും ന്യൂമറിക്കൽസും നന്നായി പഠിക്കുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻറ്റ് യൂണിറ്റ്സിനെ കുറിച്ചാണ്. ഏതൊക്കെ ഇമ്പോർട്ടൻറ്റ് യൂണിറ്റ്സ് ആണ് പഠിക്കേണ്ടത്? ഇലക്ട്രിക് പവറിൻ്റെ യൂണിറ്റ്, പവറിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ P ആണ്. അതിൻ്റെ യൂണിറ്റ് വാട്ട്, W ആണ്. റെസിസ്റ്റൻ്റ് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ R ആണ്. യൂണിറ്റ് ഓം ആണ്. ഇനി പൊട്ടൻഷ്യൽ ഡിഫറൻസ് വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് വോൾട്ടാണ്. V ആണ് ലെറ്റർ സൂചിപ്പിക്കുന്നത്. അടുത്തത് കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് എനർജി. കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് എനർജി എന്താണ്? kW ആണ്. എന്താണ്? kW. ഇനി യൂണിറ്റ് ഓഫ് പവർ ഓഫ് ലെൻസിൻ്റെ പേരാണ് ഡയോപ്റ്റർ അല്ലെ. D ആണ് സൂചിപ്പിക്കുന്നത്. കലോറിഫിക് വാല്യൂ kJ/kg, അതായത് kJ/per എന്താണ്? കിലോഗ്രാം. ഇതാണ് എന്ത്? കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിറ്റ്സ്. ഇനി ഇമ്പോർട്ടൻസ് ലോസും പ്രിൻസിപ്പിൾസും നിങ്ങൾ പഠിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് ലോസ്. ജൂൾസ് ലോ വളരെയധികം നിർബന്ധമാണ്. ഹീറ്റ് നമ്മൾ പറഞ്ഞു I²RT അല്ലേ. കറണ്ടിൻ്റെ സ്ക്വയറിനും റെസിസ്റ്റൻറ്റിനും ടൈമിനും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലായിരിക്കും. ജൂൾസ് ലോ പഠിക്കണം. ഫ്ലെമിംഗ് ലെഫ്റ്റ് ഹാൻഡ് റൂള് പഠിക്കണം. ഫ്ലെമിംഗ് റൈറ്റ് ഹാൻഡ് റൂള് പഠിക്കണം. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണെന്ന് പഠിക്കണം. മ്യൂച്വൽ ഇൻഡക്ഷനും സെൽഫ് ഇൻഡക്ഷനും പഠിക്കണം. ലോസ് ഓഫ് റിഫ്ലക്ഷൻ ആൻഡ് ലോസ് ഓഫ് റിഫ്രാക്ഷൻ
ലോസ് ഓഫ് റിഫ്രാക്ഷനും പഠിക്കണം. പിന്നെ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആൻഡ് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പഠിക്കണം. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ്റെ എക്സാമ്പിളുകളും നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ്റെ മറ്റേ കോയിൻ ഇടുന്നതും മീനിനെ നമ്മളപ്പുറം കാണുന്നതൊക്കെ പറയാറില്ല. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ചോദിക്കാനുണ്ട്. പിന്നെ ടിൻഡാൽ എഫക്റ്റ് മറ്റേ ലൈറ്റ് വരുന്നത് ഒറ്റ പാത്തിൽ നിന്ന് വരുന്ന കാര്യം പറയുന്നതൊക്കെ, അപ്പോൾ ടിൻഡാൽ എഫക്റ്റ് പഠിക്കാനുണ്ട്. പിന്നെ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ, പിന്നെ ഡിസ്പേർഷൻ. ഇത്രയും ലോസും പ്രിൻസിപ്പിൾസും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ഇതൊക്കെ പഠിച്ചാൽ തന്നെയും നിങ്ങൾക്ക് അത്യാവശ്യം സ്കോർ ചെയ്യാനുള്ള മാർക്ക് കിട്ടും. ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിമെമ്പർ ചെയ്യേണ്ട കാര്യങ്ങൾ ഹീറ്റിംഗ് കോയിലിനെ കുറിച്ചാണ്. ഹീറ്റിംഗ് കോയിലിൻ്റെയും ഫിലമെൻറ്റിൻ്റെയും ഫ്യൂസ് വയറിൻ്റെയും പ്രത്യേകതകൾ പഠിച്ചു വയ്ക്കുക. ഹീറ്റിംഗ് കോയിൽ നിക്രോം വയർ ഉപയോഗിച്ചിട്ടാണ്. നിക്രോം വയർ ഉണ്ടാക്കുന്ന അലോയ് ഓഫ് നിക്കൽ, ക്രോമിയം ആൻഡ് അയൺ ആണ്. പിന്നെ ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് ആണ്, ഹൈ റെസിസ്റ്റിവിറ്റിയാണ്, എബിലിറ്റി ടു റിമൈൻ ഇൻ റെഡ് ഹോട്ട് കണ്ടീഷൻ ഫോർ എ ലോങ് ടൈം വിത്തൗട്ട് ഗെറ്റിംഗ് ഓക്സിഡൈസ് ആവാതെ തന്നെ റെഡ് ഹോട്ട് കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നിലനിർത്തിക്കൊണ്ട് ഇരിക്കും അല്ലേ. നെക്സ്റ്റ് ഫിലമെൻറ്റ് ടങ്സ്റ്റൺ ഫിലമെൻ്റ് ആണ് അല്ലേ. ടങ്സ്റ്റൺ ആണ് യൂസ് ചെയ്യുന്നത്. ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് ആണ്, ഹൈ റെസിസ്റ്റിവിറ്റി ആണ്, എബിലിറ്റി ടു എമിറ്റ് വൈൽ ലൈറ്റ് ഇൻ ദ വൈറ്റ് ഹോട്ട് കണ്ടീഷനാണ് ഫിലമെൻറ്റിൽ വരുന്നത്. ഫ്യൂസ് വയറിന് അലോയ് ഓഫ് ടിൻ ആൻഡ് ലെഡും കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ലോ മെൽറ്റിംഗ് പോയിൻ്റ് ആണ്, ഹൈ കണ്ടക്ടിവിറ്റി ആണ്. വെൻ എക്സസ് കറണ്ട് ഫ്ലോ ത്രൂ ഇറ്റ് മെൽറ്റ്സ് ആൻഡ് ബ്രേക്ക് ദ സർക്യൂട്ട്. അതുകൊണ്ടാണ് നമ്മൾ ഫ്യൂസ് ഉപയോഗിക്കുന്നത്. ബ്രേക്ക് ഡൗൺ ആവും. എക്സസ് കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അത് മെൽറ്റ് ആവുകയും സർക്യൂട്ട് ബ്രേക്ക് ആവുകയും ചെയ്യും. അതുവഴി നമുക്ക് അപകടം കുറയ്ക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ബാർ മാഗ്നറ്റും ഇലക്ട്രോ മാഗ്നറ്റും തമ്മിലുള്ള ഡിഫറൻസാണ് നമ്മൾ നോക്കുന്നത്. ബാർ മാഗ്നറ്റിൽ മാഗ്നറ്റിസം ഈസ് പെർമനൻറ്റ്, കാരണം നാച്ചുറൽ ആണല്ലോ. ദ മാഗ്നറ്റിസം ഈസ് പെർമനൻ്റ് ആണ് മാഗ്നറ്റിസം, കാന്തശക്തി പെർമനൻ്റ് ആണ്. മറ്റേത് മാഗ്നറ്റിസം ഇസ് ടെമ്പററി, ഇലക്ട്രോ മാഗ്നറ്റിൽ ടെമ്പററി ആണ്. പിന്നെ പൊളാരിറ്റി കാനോട്ട് ബി ചേഞ്ച്ഡ്. ഇവിടെ എന്താണ് പൊളാരിറ്റി നമുക്ക് ചേഞ്ച് ചെയ്യാൻ, നോർത്തും സൗത്തും പൊളാരിറ്റി ചേഞ്ച് ചെയ്യാനായിട്ട് കഴിയില്ല. പൊളാരിറ്റി ക്യാൻ ബി ഇൻ്റർചേഞ്ച്ഡ് ബൈ റിവേഴ്സിങ് ദ കറണ്ട്. അടുത്ത് മാഗ്നറ്റിക് സ്ട്രെങ്ത് കാനോട്ട് ബി ഇൻക്രീസ് ബിയോൺ എ ലിമിറ്റ്. ഒരു പരിധി കൂടുതൽ മാഗ്നറ്റിക് സ്ട്രെങ്ത് കാനോട്ട് ബി ഇൻക്രീസ് ബിയോൺ എ ലിമിറ്റ്. മറ്റത് മാഗ്നറ്റിക് സ്ട്രെങ്ത് ക്യാൻ ബി ഇൻക്രീസ്ഡ് ഓർ ഡിക്രീസ്. മാഗ്നറ്റിക് സ്ട്രെങ്ത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. മറ്റത് ഒരു പരിധിക്കപ്പുറം മാഗ്നറ്റിക് സ്ട്രെങ്ത് കൂട്ടാനായിട്ട് നമുക്ക് സാധിക്കില്ല. അപ്പോൾ ബാർ മാഗ്നറ്റും ഇലക്ട്രോ മാഗ്നറ്റും തമ്മിലുള്ള ഡിഫറൻസ് നോക്കി വയ്ക്കുക. അടുത്തത് പ്രിക്യൂഷൻസ് ടു ബി ടേക്കൺ വൈൽ കണക്റ്റിംഗ് ഫ്യൂസ് വയർ ഇൻ എ സർക്യൂട്ട്. എന്തൊക്കെ ഒരു സർക്യൂട്ടിൽ ഫ്യൂസ് വയർ കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള പ്രിക്യൂഷൻസ് എടുക്കണം, മുൻകരുതലുകൾ എടുക്കണം എന്നുള്ളത് പഠിച്ചു വയ്ക്കുക. ദ എൻഡ് ഓഫ് ദി ഫ്യൂസ് വയർ മസ്റ്റ് ബി കണക്റ്റഡ് ഫേംലി അറ്റ് അപ്രോപ്രിയേറ്റ് പോയിൻ്റ്. അപ്രോപ്രിയേറ്റ് പോയിന്റിൽ തന്നെ ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്, അതിൻ്റെ രണ്ട് എൻഡും കണക്ട് ചെയ്യേണ്ടത്. ദ ഫ്യൂസ് വയർ ഷുഡ് നോട്ട് പ്രൊജക്റ്റ് ഔട്ട് ദ കരിയർ ബേസിന് പുറത്തേക്ക് അത് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കരുത്. യൂസ് ഫ്യൂസ് വയർ ഓഫ് അപ്രോപ്രിയേറ്റ് ആംബ്രേജിൽ വേണം എന്ത് ചെയ്യാൻ, യൂസ് ചെയ്യാൻ. ഫ്യൂസ് വയർ ഈസ് കണക്റ്റഡ് ഇൻ സീരീസ്. ഫ്യൂസ് വയർ കണക്ട് ചെയ്തേണ്ടത് സീരീസ് ആണ്. അപ്പോൾ സീരീസ് രീതിയിലാണ് എന്ത് ചെയ്യേണ്ടത്, ഫ്യൂസ് വയർ കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ എന്തൊക്കെ പ്രിക്കോഷൻസാണ് എടുക്കേണ്ടത് എന്നുള്ളത്, ഒരു ഫ്യൂസ് വയർ സർക്യൂട്ടിൽ കണക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രിക്കോഷൻസാണ് എടുക്കേണ്ടത് എന്നുള്ളത് പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ്, പ്രിക്കോഷൻസ് ടു ബി ടേക്കൺ ടു അവോയ്ഡ് ആക്സിഡൻറ്റ് ഡ്യൂ ടു LPG ലീക്കേജ്. അല്ലേ, LPG ലീക്കേജ് മൂലമുണ്ടാകുന്ന ആക്സിഡൻറ്റ്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, LPG ലീക്കേജ് മൂലമുണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പ്രിക്കോഷൻസ് ആണുള്ളത്. ഒന്ന്, എക്സാമിൻ ദ റബ്ബർ ട്യൂബ് at regular intervals and ensure that it does not have a leakage. Turn on knob of stove only after the regulator is turned on. Ensure that the expiry date of the cylinder is not over. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ LPG ലീക്കേജ് കൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ ഫസ്റ്റ് എയ്ഡ് ടു ദ പേഴ്സൺ ഹു ഗെറ്റ്സ് ഇലക്ട്രിക് ഷോക്ക് ഏറ്റാൽ എന്തൊക്കെ ഫസ്റ്റ് എയ്ഡുകളാണ് കൊടുക്കേണ്ടത്. റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് ദ ബോഡി ബൈ മസാജിങ്, ഗീവ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ. എന്താണ് മസാജ് ചെയ്യണം, ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കണം അല്ലേ, ടെമ്പറേച്ചർ കൂട്ടണം, പിന്നെ റബ്ബ് ചെയ്തിട്ട്
ടെമ്പറേച്ചർ കൂട്ടണം. പിന്നെ മസാജ് ദ മസിൽസ് ആൻഡ് ബ്രിങ് ദം ടു ദ ഒറിജിനൽ കണ്ടീഷൻ. സ്റ്റാർട്ട് ഫസ്റ്റ് എയ്ഡ് ഫോർ ദ ഫങ്ഷനിങ് ഓഫ് the heart. Apply pressure on the chest regularly. Take the person to the nearest hospital immediately. നമ്മൾ ഹാർട്ടിൻ്റെ ഫങ്ഷനൊക്കെ നോക്കി എന്താണ് വേഗം ഹോസ്പിറ്റലിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് എത്തിക്കണം. പ്രഷർ കൊടുക്കണം അല്ലേ, ചെസ്റ്റ് റെഗുലർലി ഇങ്ങനെ പ്രഷർ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം. ഇതൊക്കെ ഫസ്റ്റ് എയ്ഡ്, ഇത്തരം കാര്യങ്ങൾ ഫസ്റ്റ് എയ്ഡൊക്കെ ചെയ്യണം. ഇലക്ട്രിക് ഷോക്ക് ഏറ്റ ഒരാൾക്ക് ഫസ്റ്റ് എയ്ഡുകൾ നമ്മൾ കൊടുക്കണം. അപ്പോൾ ഈ കാര്യം നിങ്ങൾ നന്നായി പഠിക്കേണ്ടതാണ്. അടുത്ത് മയോപ്പിയ ഓർ നിയർ സൈറ്റ്നെസ്. നമുക്ക് എന്താണ് അകലെയുള്ള വസ്തുക്കളെ കാണാതിരിക്കുകയും അടുത്തുള്ള വസ്തുക്കളെ കാണാൻ കഴിയുന്ന അവസ്ഥയാണ് അല്ലേ, മയോപ്പിയ ഓർ നിയർ സൈറ്റ്നെസ്. അപ്പോൾ എന്താണ്, ക്യാൻ സീ ഡിസ്റ്റൻസ് ഒബ്ജക്റ്റ് ക്ലിയർലി. ദൂരെയുള്ള വസ്തുക്കളെ കാണാൻ കഴിയില്ല, അപ്പോൾ അകലെയുള്ളതിനെ കാണാനും കഴിയില്ല, അടുത്തുള്ളതിനെ മാത്രം കാണാൻ കഴിയുന്ന അവസ്ഥേനെയാണ് മയോപ്പിയ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നിയർ പോയിന്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഏകദേശം 25 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഫാർ പോയിന്റ് ഈസ് നോട്ട് ഇൻഫിനിറ്റി അല്ലേ. നിയർ പോയിന്റ് ഈസ് 25 സെൻറ്റിമീറ്റർ, ഫാർ പോയിന്റ് ഈസ് നോട്ട് ഇൻഫിനിറ്റി. അടുത്തത് ഡിസ്റ്റൻസ് ഒബ്ജക്റ്റിനെ കാണാൻ കഴിയില്ല ക്ലിയർ ആയിട്ട്. ഇമേജ് ഓഫ് ഡിസ്റ്റൻസ് ഒബ്ജക്റ്റ് ഈസ് ഫോംഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദി റെറ്റിന. ഇമേജ് ഓഫ് ഡിസ്റ്റൻസ് ഒബ്ജക്റ്റ് ഈസ് ഫോംഡ് ഇൻ, എവിടെയായിരിക്കും ഫോം ചെയ്യുന്നത്, ഫ്രണ്ട് ഓഫ് ദി റെറ്റിന, റെറ്റിനയുടെ ഫ്രണ്ടിലായിരിക്കും. സൈസ് ഓഫ് ദി ഐബോൾ മേ ഇൻക്രീസ്ഡ്. ഐബോൾ എന്തായിരിക്കും, ഒരു പക്ഷേ ഇൻക്രീസ് ചെയ്തിരിക്കുന്നതായിരിക്കും. പവർ ഓഫ് ദി ഐ ലെൻസ് മേ ഇൻക്രീസ്ഡ്. ലെൻസിൻ്റെ പവർ എങ്ങനെയായിരിക്കും, പവർ ഓഫ് ദി ഐ ലെൻസ് മേ ഇൻക്രീസ്ഡ്. അതായത് ഫോക്കൽ ലെങ്ത് അപ്പോൾ എന്തായിരിക്കും, ഡിക്രീസ്ഡ് ആയിരിക്കും. സോ ഇത് എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ കഴിയുക, സോൾവ് ദിസ് ഡിഫക്റ്റഡ് ബൈ യൂസിങ് കോൺകേവ് ലെൻസസ് ഓഫ് സ്യൂട്ടബിൾ ഫോക്കൽ ലെങ്ത്. കോൺകേവ് ലെൻസ് ഉപയോഗിച്ചിട്ടാണ്. ഏത് ലെൻസാണ് ഉപയോഗിക്കുന്നത് മയോപ്പിയയ്ക്ക്, കോൺകേവ് ലെൻസാണ്. അടുത്തത് ഹൈപ്പർ മെട്രോപ്പിയ ഓർ ലോങ് സൈറ്റ്നെസ്. ഇത് ക്യാൻ സീ നിയർ ബൈ ഒബ്ജക്റ്റ് ക്ലിയർലി. അടുത്തുള്ള വസ്തുക്കളെ കാണാൻ കഴിയാതിരിക്കുന്ന അവസ്ഥയാണ്. ഫാർ പോയിന്റ് ഈസ് ഇൻഫിനിറ്റി. ഫാർ പോയിന്റ് ഈസ് ഇൻഫിനിറ്റി ആയിരിക്കും. നിയർ പോയിന്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ 25 സെൻറ്റിമീറ്റർ. നിയർ പോയിന്റ് 25 സെൻറ്റിമീറ്ററിനേക്കാളും എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഇമേജ് ഓഫ് നിയർ ബൈ ഒബ്ജക്റ്റ് ഇസ് ഫോംഡ് ബിഹൈൻഡ് ദ റെറ്റിന. ഇമേജ് ഫോം ചെയ്യുന്ന ബിഹൈൻഡ് ദ റെറ്റിനയിലായിരിക്കും. സൈസ് ഓഫ് ദി ഐബോൾ മേ ഡിക്രീസ്. ഐബോൾ ഡിക്രീസ് ആയിരിക്കും, മറ്റടുത്ത ഐബോൾ എന്താണ്, ഇൻക്രീസ്ഡ് ആണ്. പവർ ഓഫ് ദി ഐ ലെൻസ് മേ ഡിക്രീസ്ഡ്. ഐ ലെൻസിൻ്റെ പവർ ഡിക്രീസ്ഡ് ആയിരിക്കും, ഫോക്കൽ ലെങ്ത് ഇൻക്രീസ്ഡ് ആയിരിക്കും. ഇത് നമുക്ക് എങ്ങനെ പരിഹരിക്കാൻ കഴിയും, കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചിട്ടാണ് പരിഹരിക്കാനായിട്ട് കഴിയുക. അപ്പോൾ മയോപ്പിയയും ഹൈപ്പർ മെട്രോപ്പിയയും നന്നായി പഠിക്കുക. അപ്പോൾ നമ്മളുടെ ഡിഫറൻസ്, നിയർ പോയിൻറ്റ്സ്, ഫാർ പോയിൻറ്റ്സ്, പിന്നെ ഐബോളിൻ്റെ സൈസ് അല്ലാതെ ഇൻക്രീസ് ആവുന്നോ ഡിക്രീസ് ആവുന്നോ എന്നുള്ളത് നോക്കുക. പിന്നെ ഇത് ഏത് രീതിയിൽ പരിഹരിക്കാം എന്നുള്ളത്. ഇതിന് മയോപ്പിയയ്ക്ക് കോൺകേവ് ലെൻസും ഹൈപ്പർ മെട്രോപ്പിയയ്ക്ക് കോൺവെക്സ് ലെൻസുമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓർത്തിരിക്കേണ്ട പോയിന്റ്സ്. എനർജി ക്രൈസിസ്. എന്താണ് എനർജി ക്രൈസിസ് എന്ന് ഉദ്ദേശിക്കുന്നത്? ഒന്ന്, നമുക്ക് അതിൻ്റെ ഡിമാൻഡ് കൂടുകയും പക്ഷേ അതിൻ്റെ അവൈലബിലിറ്റി കുറയുകയും ചെയ്യും അല്ലേ. നമുക്ക് എനർജി കിട്ടാൻ ചാൻസ് ഇല്ലാതെ വരികയും പക്ഷേ നമുക്ക് അതിൻ്റെ ഡിമാൻഡ് കൂടുകയും ചെയ്യും. അപ്പോൾ എനർജി ക്രൈസിസ് ഇസ് ദ കോൺസിക്വൻസ് ഓഫ് ഇൻക്രീസിങ് ഡിമാൻഡ് ബട്ട് ഡിക്രീസിങ് അവൈലബിലിറ്റി. അപ്പോൾ എന്താണ് എനർജി ക്രൈസിസ് എന്ന് നോക്കി വെക്കുക. ഗ്രീൻ എനർജി എന്താണ് ഇത്? ഗ്രീൻ എനർജി ഈസ് ദ എനർജി പ്രൊഡ്യൂസ്ഡ് ഫ്രം നാച്ചുറൽ സോഴ്സ് ദറ്റ് ഡസ് നോട്ട് കോസ് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ. എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ ഇല്ലാതെ നമുക്ക് നാച്ചുറൽ സോഴ്സിൽ നിന്ന് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജിയാണ് ഗ്രീൻ എനർജി. അപ്പോൾ എനർജി ക്രൈസിസ് എന്ന് വെച്ചാൽ എന്താണ്, ഗ്രീൻ എനർജി എന്താണ്, ഇന്നത്തെ ചെറിയ ചെറിയ പോയിന്റ്സുകൾ നോക്കി വയ്ക്കുക. മൂന്നാമത്തെ പോയിന്റ്, ദ എനർജി പ്രൊഡ്യൂസ്ഡ് ഫ്രം നോൺ റിന്യൂവബിൾ സോഴ്സ് സച്ച് പെട്രോളിയം ആൻഡ് കോൾ ആൻഡ് ദ ന്യൂക്ലിയർ എനർജീസ് ആർ നെയിംഡ് ബ്രൗൺ എനർജി. എന്താണ് ബ്രൗൺ എനർജി എന്ന് പറയുന്നത്? എനർജി പ്രൊഡ്യൂസ്ഡ് ഫ്രം നോൺ റിന്യൂവബിൾ സോഴ്സ്. നോൺ റിന്യൂവബിൾ സോഴ്സിൽ നിന്ന് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് അല്ലേ. സച്ച് പെട്രോളിയം ആൻഡ് കോൾ ആൻഡ് ന്യൂക്ലിയർ എനർജി ആർ നെയിംഡ് ബ്രൗൺ എനർജി. ബ്രൗൺ എനർജിക്ക് എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞാലും അതാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ എന്താണ് ബ്രൗൺ എനർജി, എന്താണ് ഗ്രീൻ എനർജി, എന്താണ് എനർജി ക്രൈസിസ്, ഈ പോയിന്റ്സ് നോക്കി വയ്ക്കുക. അടുത്തത് ന്യൂക്ലിയർ ഫിഷൻ. ന്യൂക്ലിയർ ഫിഷൻ എന്ന് വെച്ചാൽ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ദ ന്യൂക്ലിയ ഓഫ് ഗ്രേറ്റർ മാസ് ആർ സ്പ്ലിറ്റ് ഇൻ ടു ലൈറ്റർ ന്യൂക്ലിയ യൂസിങ് ന്യൂട്രോൺസ്. എന്താ ന്യൂക്ലിയർ ഫിഷൻ എന്ന് വെച്ചാൽ വിച്ച് ദ ന്യൂക്ലിയ ഓഫ് ഗ്രേറ്റർ മാസ് ആർ സ്പ്ലിറ്റ് ഇൻ. ഗ്രേറ്റർ മാസുള്ള മാസ് കൂടിയ ന്യൂക്ലിയസ് സ്പ്ലിറ്റ് ചെയ്ത് ലൈറ്റർ ന്യൂക്ലിയസ് ആയിട്ട് മാറും യൂസിങ് ന്യൂട്രോൺസ്. അതാണ് ന്യൂക്ലിയർ ഫിഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് അപ്പോൾ ന്യൂക്ലിയർ ഫിഷനും എന്താണ്
ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ ചോദിക്കാം. ന്യൂക്ലിയർ ഫ്യൂഷൻ ഈസ് ദ പ്രോസസ് ഇൻ വിച്ച് ലൈറ്റർ ന്യൂക്ലിയർ കമ്പൈൻ ടു ഫ്രം ഹെവിയർ വൺസ്. ലൈറ്റർ ന്യൂക്ലിയർ കമ്പൈൻ ചെയ്തിട്ട് എന്തായിട്ട് മാറും? ഹെവിയർ വൺസ് ആയിട്ട് മാറും. എ ലാർജ് നമ്പർ ഓഫ് സോളാർ സെൽസ് ആർ സ്യൂട്ടബിളി അസംബിൾഡ് ടു ഫോം എ സോളാർ പാനൽ. ലാർജ് നമ്പർ ഓഫ് സോളാർ സെൽസ് സൂട്ടബിളി അസംബിൾ ചെയ്തിട്ടുള്ളതാണ് എന്തെന്ന് പറയുന്നത് സോളാർ പാനൽ എന്ന് പറയുന്നത്. എന്താണ് സോളാർ സെല്ല്? സോളാർ സെൽ ഈസ് എ മീൻസ് ഓഫ് കൺവേർട്ടിങ് സോളാർ എനർജി ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. അതാണ് സോളാർ സെൽ എന്ന് പറയുന്നത്. ഫോർ കൺവേർട്ടിങ് സോളാർ എനർജി ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. ദിസ് ഈസ് PN ജംഗ്ഷൻ ഡയോഡ്. ദിസ് ഈസ് എ PN ജംഗ്ഷൻ ഡയോഡ്. എന്താണ് ഹൈഡ്രോ ഇലക്ട്രിക്കൽ പവർ സ്റ്റേഷൻസ്? പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക്കൽ എനർജി, മെക്കാനിക്കൽ എനർജി, ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റും. അപ്പോൾ എന്താണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻസ്? അതായത് പൊട്ടൻഷ്യൽ എനർജിയെ കൈനറ്റിക് എനർജി ആക്കി മാറ്റി, കൈനറ്റിക് എനർജിനെ മെക്കാനിക്കൽ എനർജി ആക്കി മാറ്റി, എന്നിട്ട് ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റും അല്ലേ? ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻസിൽ ഇപ്രകാരമാണ് നടക്കുന്നത്. ഇനി തെർമൽ പവർ സ്റ്റേഷൻസിൽ എങ്ങനെയായിരിക്കും? കെമിക്കൽ എനർജിയെ ഹീറ്റ് എനർജി ആക്കി മാറ്റി, ഹീറ്റ് എനർജിയെ മെക്കാനിക്കൽ എനർജി ആക്കി മാറ്റി, മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്നു. ഇനി ന്യൂക്ലിയർ പവർ സ്റ്റേഷൻസിൽ എങ്ങനെയാണ്? ന്യൂക്ലിയർ എനർജീനെ ഹീറ്റ് എനർജി ആക്കിയിട്ട് ഹീറ്റ് എനർജി മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു, മെക്കാനിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ, തെർമൽ പവർ സ്റ്റേഷൻ, ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ, ഇത് മൂന്നും എനർജി ചേഞ്ചസ് നോക്കി വയ്ക്കുക. നെക്സ്റ്റ് വൺ, 11th വൺ, ന്യൂക്ലിയർ റിയാക്ടർ ഈസ് എ സിസ്റ്റം ദാറ്റ് കൺവേഴ്സ് ന്യൂക്ലിയർ എനർജി ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. ഇതാണ് ന്യൂക്ലിയർ റിയാക്ടർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി ഈഥൈൽ മെർക്യാപ്റ്റൻ ഈസ് ആഡഡ് ഇൻ ഇൻഡിക്കേറ്റർ ഓഫ് ഡിറ്റക്ട് ഗ്യാസ് ലീക്കേജ്. ഗ്യാസ് ലീക്കേജ് ഡിറ്റക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റർ ഏതാണ്? ഈഥൈൽ മെർക്യാപ്റ്റൻ. പഠിച്ചു വയ്ക്കുക. ബേസ്ഡ് ഓൺ ദ കാർബൺ കണ്ടന്റ് കോൾ ഈസ് ക്ലാസിഫൈഡ് 4 ഗ്രൂപ്പ്സ്: പീറ്റ്, ലിഗ്നൈറ്റ്, ആന്ത്രസൈറ്റ് ആൻഡ് ബിറ്റുമിനസ് കോൾ. അപ്പോൾ കാർബൺ കണ്ടന്റിൻ്റെ അടിസ്ഥാനത്തിൽ കോളിനെ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. എന്തൊക്കെയാണ്? പീറ്റ്, ലിഗ്നൈറ്റ്, ആന്ത്രസൈറ്റ് ആൻഡ് ബിലുമിനസ് കോൾ. അപ്പോൾ അതിനെക്കുറിച്ചും നോക്കുക. കാർബൺ കണ്ടന്റിൻ്റെ ബേസിലാണ് കേട്ടോ കോളിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തത്. ഇനി വെൻ കോൾ ഈസ് ഡിസ്റ്റിൽഡ് ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ ദ സബ്സ്റ്റൻസ് ഒബ്റ്റൈൻഡ് ആർ അമോണിയ, കോൾ ഗ്യാസ്, കോൾ ടാർ, കോക്ക്. കോൾ ഡിസ്റ്റിൽഡ് ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ എന്തൊക്കെയാണ്? ദ സബ്സ്റ്റൻസ് ഒബ്റ്റൈൻഡ് ആർ അമോണിയ, കോൾ ഗ്യാസ്, കോൾ ടാർ, കോക്ക്. ഇനി ലൈറ്റ് പൊല്യൂഷൻ. ലൈറ്റ് പൊല്യൂഷൻ, ദ യൂസ് ഓഫ് ലൈറ്റ് ഇൻ എക്സസ് ഇൻ നോൺ ജുഡീഷ്യസ് മാനർ ഈസ് റെഫർഡ് ടു ആസ് എ ലൈറ്റ് പൊല്യൂഷൻ. അപ്പോൾ എന്താണ് ലൈറ്റ് പൊല്യൂഷൻ എന്ന് പഠിച്ചു വയ്ക്കുക. ഇനി നെക്സ്റ്റ് വൺ, സൺ അപ്പിയേഴ്സ് റെഡ് ഡ്യൂറിങ് സൺസെറ്റ് ആൻഡ് സൺറൈസ്. ഡ്യൂറിങ് സൺറൈസ് ആൻഡ് സൺസെറ്റ് ലൈറ്റ് റീച്ചിങ് us from the horizon has to travel long distance through the atmosphere. During this long journey, colors of shorter wavelength would be almost fully lost due to scattering. Then the red light, which undergoes only less amount of scattering, decides the color of the horizon. As amount of scattering decides the color of horizon. അപ്പോൾ sun appears red during sunset and sunrise. അപ്പോൾ എന്തുകൊണ്ടാണ് റെഡ് കളർ വരുന്നതെന്നാണ് നമ്മൾ പറയുന്നത്. സൺസെറ്റിൻ്റെ സമയത്ത് അപ്പോൾ ഡ്യൂറിങ് എന്താ സംഭവിക്കുന്നതെന്നുള്ളത് ഇത് പഠിച്ചു വയ്ക്കുക. സൺ അപ്പിയേഴ്സ് റെഡ് ഡ്യൂറിങ് സൺസെറ്റ് ആൻഡ് സൺറൈസ്. ഇനി റെഡ് കളർ ഹാസ് ബീൻ ഗിവൺ ടു എ ടെയിൽ ലാംപ്സ് ഓഫ് വെഹിക്കിൾസ് ആൻഡ് സിഗ്നൽ ലൈറ്റ്സ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഹൈ വേവ് ലെങ്ത്. എന്തുകൊണ്ടാണ് അതിന് റെഡ് കളറിന് എന്താണ്? ഹൈ വേവ് ലെങ്ത് ആണ്. റെഡ് ക്യാൻ ട്രാവൽ ലോങ് ഡിസ്റ്റൻസ് വിത്തൗട്ട് സ്കാറ്ററിങ്. റെഡിന് എന്ത് ചെയ്യാൻ കഴിയും? ഒരുപാട് ഡിസ്റ്റൻസ് വിഘടിച്ച് പോവാതെ സ്കാറ്റർ ചെയ്യാതെ എന്ത് ചെയ്യാൻ കഴിയും? ട്രാവൽ ചെയ്യാനായിട്ട് സാധിക്കും. ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ റെഡ് കളറ് ടെയിൽ ലാംപ്സിലും വെഹിക്കിൾസിലും സിഗ്നൽ ലൈറ്റ്സിലൊക്കെ കൊടുക്കുന്നതിന് കാരണം. ഇനി സ്കൈ അപ്പേഴ്സ് ഇൻ ബ്ലൂ കളർ. അപ്പം ഇത് ഓരോന്നും റീസൺസ് ആണ് അല്ലേ? സൺസെറ്റ് സൺറൈസ് ടൈമിൽ റെഡ് കളർ അപ്പിയർ ചെയ്യുന്നതിന് കാരണം, പിന്നെ റെഡ് കളർ മറ്റേ നമ്മുടെ വെഹിക്കിൾസും സിഗ്നൽ ലൈറ്റിലൊക്കെ വരുന്നതിന് കാരണം, പിന്നെ സ്കൈ അപ്പിയേഴ്സ് ഇൻ ബ്ലൂ കളറിൽ റീസൺസ് എഴുതാനായിരിക്കും കേട്ടോ ഇത്. ബ്ലൂ കളറിൽ സ്കൈ അപ്പിയർ ചെയ്യും. കളർ ലൈക്ക് വയലറ്റ്, ഇൻഡിഗോ ആൻഡ് ബ്ലൂ ഹാവ് സ്മോളസ്റ്റ് വേവ് ലെങ്ത് ഇൻ സൺലൈറ്റ്. ദേ അണ്ടർഗോ മാക്സിമം സ്കാറ്ററിംഗ് വൈൽ ഇന്ററാക്ടിങ് വിത്ത് അറ്റ്മോസ്ഫിയർ പാർട്ടിക്കിൾ. ഇനി സ്കൈ ഇൻ മൂൺ അപ്പിയേഴ്സ് ഇൻ ഡാർക്ക് കളർ. ദർ ഇസ് നോ അറ്റ്മോസ്ഫിയർ ഇൻ മൂൺ, സോ സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് ഡസൻ ഹാപ്പൻ ഇൻ മൂൺ. അതുകൊണ്ട് സ്കാറ്ററിംഗ് നടക്കുന്നില്ല.
അപ്പോൾ അതുകൊണ്ടാണ് സ്കൈ ആൻഡ് മൂൺ അപ്പിയേഴ്സ് ഇൻ ഡാർക്ക് കളർ. ഇനി സൺലൈറ്റ് പാസസ് ത്രൂ ദ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഇൻ ദ അറ്റ്മോസ്ഫിയർ റിഫ്രാക്റ്റഡ് ട്വൈസ് ആൻഡ് ഹാസ് വൺ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. നെക്സ്റ്റ് കളർ സീൻ ഇൻ ദ അപ്പർ എഡ്ജ് ഓഫ് ദി റെയിൻബോ. അപ്പർ എഡ്ജിൽ കാണുന്നത്, റെയിൻബോയുടെ അപ്പർ എഡ്ജിൽ കാണുന്നത് എന്താണ്? റെഡ് കളറാണ്. കളർ സീൻ അറ്റ് ദ ലോവർ എഡ്ജ് ഓഫ് ദി റെയിൻബോ. ലോവർ എഡ്ജിൽ കാണുന്നത് വയലറ്റ് ആണ്. വെൻ വീവിങ് ഫ്രം എയ്റോപ്ലെയിൻ റെയിൻബോ ഇസ് സീൻ ആസ് എ സർക്കിൾ. നമ്മൾ പറഞ്ഞു വെൻ വീവിങ് ഫ്രം ആൻ എയ്റോപ്ലെയിൻ റെയിൻബോ സീൻ ആസ് എ സർക്കിൾ. നമ്മുടെ എയ്റോപ്ലെയിനിൽ നോക്കുമ്പോൾ എങ്ങനെയാണ്? സർക്കിളിൻ്റെ രീതിയിലാണ് കാണുന്നത് റെയിൻബോ. Light undergoes refraction when it enters the prism obliquely and when it comes out the prism. The extent deviation depends on the wavelength. Therefore, waves undergo deviation at different angles and get separated. This is reason for dispersion. എന്താണ് ഡിസ്പേർഷന് കാരണം എന്ന് ചോദിച്ചാൽ, light undergoes refraction when it enters prism obliquely and when it comes out of the prism. The extent deviation depends on the wavelength. Therefore, waves undergo deviation at different angles and gets separated. This is reason for dispersion. Dispersion reason എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് എഴുതേണ്ടത്. 24th, as the optical density of medium increases, the speed of light through decreases. Medium increase ആകുമ്പോൾ എന്താ ചെയ്യും? Speed of light through it decreases. നെക്സ്റ്റ് പഠിക്കേണ്ടത് നമ്മളുടെ ആസ് ദ ഡിവൈസസ് ആർ കണക്റ്റഡ് ഇൻ ദ ഹൗസ് ഹോൾഡ് സർക്യൂട്ട്. അപ്പോൾ ഹൗസ് ഹോൾഡ് സർക്യൂട്ടിൽ എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്? പാരലൽ മെത്തേഡിലാണ്. ഡിവൈസസ് ആർ കണക്റ്റഡ് ഇൻ ദ ഹൗസ് ഹോൾഡ് സർക്യൂട്ട്, പാരലൽ മെത്തേഡ്. വോൾട്ടേജ് ഓഫ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ്ഡ് ഇൻ പവർ സ്റ്റേഷൻ. പവർ സ്റ്റേഷനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റിയുടെ വോൾട്ടേജ് 11 kV ആണ്. പിന്നെ ട്രാൻസ്ഫോർമർ യൂസ്ഡ് ഇൻ പവർ സ്റ്റേഷൻ, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമർ അല്ലേ? പവർ സ്റ്റേഷൻസിൽ യൂസ് ചെയ്യുന്നത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറാണ്. ട്രാൻസ്ഫോമർ യൂസ്ഡ് ഇൻ ദ സബ്സ്റ്റേഷൻ, സബ്സ്റ്റേഷനിൽ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ്. ഇത് പറയുമ്പോൾ തന്നെയും സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗണും ഡിഫറൻസിയേഷനും പഠിച്ചിരിക്കണം. പ്രൈമറി കോയിലെയും സെക്കൻഡറി കോയിലെയും ടേൺസിൻ്റെ എണ്ണവും അതിൻ്റെ തിക്നെസ്സും ഒക്കെ പറഞ്ഞുകൊണ്ട് സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും പഠിച്ചിരിക്കണം. നെക്സ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ്. ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ്. ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ ബിറ്റ്വീൻ 2 phases 400 volt. Between a phase and a neutral 230 voltage. Voltage between phase and neutral 230 volt. Voltage between neutral and earth 0 voltage. ഇപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിസ്ട്രിബ്യൂഷൻ ബിറ്റ്വീൻ 2 phases 400 volt. ബിറ്റ്വീൻ എ ഫേസ് ആൻഡ് ന്യൂട്രൽ, ഫേസിനും ന്യൂട്രലിനിടയിൽ 230 volt. വോൾട്ടേജ് ബിറ്റ്വീൻ ഫേസ് ആൻഡ് ന്യൂട്രലിന് 230 voltage. വോൾട്ടേജ് ബിറ്റ്വീൻ ന്യൂട്രൽ ആൻഡ് എർത്ത് 0 voltage. The end of the solenoid at which current flow in clockwise direction. The end of the solenoid at which current flow in the clockwise direction ആണ് സൗത്ത് പോൾ ആയിരിക്കും. The end at which current flow in the anti clockwise direction ആണെങ്കിൽ നോർത്ത് പോൾ ആയിരിക്കും. നിങ്ങൾ പഠിക്കേണ്ടത് AC/DC ജനറേറ്റർ, മൂവിങ് കോയിൽ, മൈക്രോഫോൺ. അത് ഏത് പ്രിൻസിപ്പിൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ്? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ്. മൂവിങ് കോയിൽ, ലൗഡ് സ്പീക്കർ, DC മോട്ടോർ പ്രിൻസിപ്പിൾ അനുസരിച്ചാണ്. അപ്പോൾ എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനും എന്താണ് മോട്ടോർ പ്രിൻസിപ്പിൾ എന്നും നോക്കി വെക്കണം. പിന്നെ ട്രാൻസ്ഫോമർ മ്യൂച്വൽ ഇൻഡക്ഷനാണ്, ഇൻഡക്ടർ സെൽഫ് ഇൻഡക്ഷനാണ്. പിന്നെ എൻഡോസ്കോപ്പ്, ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസ്. ഇത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷന് ഇത് വരുന്നതാണ്. എൻഡോസ്കോപ്പ്, ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസ്, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷന്. പിന്നെ CNG, LNG, മീതെയിൻ. CNG, LNG, മീതെയിനാണ് ഉപയോഗിക്കുന്നത്. LPGയിൽ ബ്യൂട്ടെയിനാണ്. ബയോഗ്യാസിൽ കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് മീതെയിനാണ്. പിന്നെ ആറ്റം ബോംബ് ന്യൂക്ലിയർ ഫിഷനാണ്. സോളാർ സെല്ല് ഫോട്ടോ വോൾട്ടിക് എഫക്റ്റാണ്. ഹൈഡ്രജൻ ബോംബ് ന്യൂക്ലിയർ ഫ്യൂഷനാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത് റേ ഡയഗ്രാംസ് ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്പെഷ്യലായിട്ട് നിങ്ങൾ പഠിക്കേണ്ടതാണ് റേ ഡയഗ്രാം ഓഫ് ഇമേജ് ഫോർമേഷൻ ഇൻ ഏതൊക്കെയൊക്കെയാണ്? കോൺവെക്സ് മിററിലെയും കോൺകേവ് മിററിലെയും പ്ലെയിൻ മിറർ, കോൺവെക്സ് ലെൻസ്, കോൺകേവ് ലെൻസ്. ഇത്രയത്തിലെ റേ ഡയഗ്രാംസ് ഓഫ് ഇമേജ് ഫോർമേഷൻ പഠിച്ചിരിക്കണം. പിന്നെ നേച്ചർ ഓഫ് ഇമേജ് ഫോർമേഷൻ ഇൻ നേച്ചർ എന്താ വെർച്വലാണോ അതൊക്കെ നോക്കണം. അതൊക്കെ കോൺവെക്സ് മിററിൻ്റെയും കോൺകേവ് മിററിൻ്റെയും പ്ലെയിൻ മിറർ, കോൺവെക്സ് ലെൻസ്, കോൺകേവ് ലെൻസ് ഇത്രയത്തിൻ്റെയും നേച്ചർ ഓഫ് ഇമേജ് ഫോർമേഷനും പഠിച്ചിരിക്കണം. നെക്സ്റ്റ് സൈൻ കൺവെൻഷൻ ഫോർ സോൾവിങ് പ്രോബ്ലംസ് ഇൻ കോൺവെക്സ് മിറർ.
നോക്കണം. സൈൻ കൺവെൻഷൻ അല്ലെങ്കിൽ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ളത് കോൺവെക്സ് മിറർ ഉണ്ടാവും, കോൺകേവ് മിറർ ഉണ്ടാവും, കോൺവെക്സ് ലെൻസ് ഉണ്ടാവും, കോൺകേവ് ലെൻസ് ഉണ്ടാവും. പിന്നെ റേ ഡയഗ്രാംസ് ഓഫ് ടോട്ടൽ ഇൻഡിയൻ റിഫ്ലക്ഷൻ നോക്കുക, റേ ഡയഗ്രാംസ് ഓഫ് ഡിസ്പേർഷൻ ത്രൂ പ്രിസം ആൻഡ് റെയിൻബോ നോക്കുക. പിന്നെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് EMF പ്രൊഡ്യൂസ്ഡ് ഇൻ AC DC സെൽ. അപ്പോൾ ഇത്രയും ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് EMF പ്രൊഡ്യൂസ്ഡ് ഇൻ AC DC സെൽ. അപ്പോൾ ഇത്രയും അറ്റൻഷൻ സ്പെഷ്യലായി കൊടുക്കേണ്ട കാര്യങ്ങളാണ്. റേ ഡയഗ്രാംസ് വരയ്ക്കാനുണ്ടാവും, ന്യൂമറിക്കൽസ് ഉണ്ടാവും, പിന്നെ ഗ്രാഫ് വരയ്ക്കാനുണ്ടാവും, ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് EMF പ്രൊഡ്യൂസ്ഡ് ഇൻ AC DC സെൽ. ഇത്രയും കാര്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ തന്നെ നിങ്ങൾ പഠിച്ചാൽ ഒരുവിധം മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഓരോ ദിവസവും ഓരോ വെച്ചിട്ട് നിങ്ങൾ പഠിച്ചു വന്നാൽ മതി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ദെൻ സീ യു അഗെയിൻ. താങ്ക് യു.